നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിക്ക് പറ്റുന്ന പണി നാടക കമ്പനി നടത്തൽ. SFIയുടെ വളരെ മോശം പെരുമാറ്റം. ഗവർണർ. സംസ്ഥാനത്ത് കടം കുമിഞ്ഞു കൂടുന്നു. കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് സർക്കാരിനെ വൻ ബാധ്യത. CAG റിപ്പോർട്ട് സഭയിൽ. ഗുണ്ടാ നേതാവിന്റെ വിവാഹം നടത്താൻ ഇടനിലക്കാരനായ ആൾമാറാട്ടം. വിചിത്ര പരാതിയിൽ CPM നേതാവിനെതിരെ അന്വേഷണം. കൊട്ടിയൂരിൽ കടുവ കുടുങ്ങിയത് കമ്പിവേലിയിലല്ല, കേബിൾ കെണിയിൽ. അന്വേഷണം തുടങ്ങി. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഒരു വശത്ത് SFI പ്രവർത്തകരോട് പ്രതിഷേധം സംഘടിപ്പിക്കാൻ പറയുകയും മറുവശത്ത് തനിക്ക് സുരക്ഷയൊരുക്കാൻ പറയുകയും ചെയ്യുന്നുവെന്ന് ഗവർണർ പറഞ്ഞു. തനിക്ക് ഒന്നിനെയും ഭയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയന് ഇരട്ടത്താപ്പാണെന്ന് ഗവർണർ വിമർശിച്ചു. മുഖ്യമന്ത്രിക്ക് പറ്റുന്ന പണി നാടക കമ്പനി നടത്തലാണ്. SFIയുടേത് വളരെ മോശം പെരുമാറ്റമാണെന്നും ഗവർണർ പറഞ്ഞു. തൃശൂർ ഏങ്ങണ്ടിയൂരിൽ ഗവർണർക്ക് നേരെ വീണ്ടും SFIയുടെ കരിക്കൊടി പ്രതിഷേധം ഉണ്ടായിരുന്നു. 10ലധികം വരുന്ന പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത്. ഇന്നും ഗവർണർക്ക് ഉച്ചതിരിഞ്ഞ് 2 പരിപാടികൾ ഉണ്ടായിരുന്നു. അവിടെയും ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നുവെന്നാണ് SFI നേതാക്കൾ അറിയിച്ചത്. ഇതിനിടെ കരിങ്കൊടി കാണിച്ച SFI പ്രവർത്തകരെ BJP പ്രവർത്തകർ മർദ്ദിക്കുകയും ചെയ്തു. BJP RSS അനുഭാവികളാണ് SFI പ്രവർത്തകരെ മർദ്ദിച്ചെന്നാണ് പോലീസ് നിഗമനം. കിഫ്ബിക്കെതിരെ CAG റിപ്പോർട്ടിൽ പരാമർശം. കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് സർക്കാരിന്റെ ബാധ്യത കൂട്ടുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കിഫ്ബി വായ്പ സർക്കാരിന് ബാധ്യത അല്ല എന്ന വാദം തള്ളിയ റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു. 2021-22 സാമ്പത്തിക വർഷത്തിലെ CAG റിപ്പോർട്ടിലാണ് കിഫ്ബിക്കെതിരെ പരാമർശമുള്ളത്. കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ലെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ബജറ്റ് വഴിയുള്ള വരുമാനത്തിൽ നിന്ന് കിഫ്ബി കടം തീർക്കുന്നതിന് ഒഴിഞ്ഞു മാറാനാവുന്നില്ല. പെൻഷൻ കമ്പനിയുടെ 11.49 കോടി കുടിശ്ശികയും സർക്കാരിന്റെ അധിക ബാധ്യതയാണ്. ബജറ്റിന് പുറത്തെ കടം വാങ്ങൽ വെളിപ്പെടുത്താതെ സർക്കാർ ഉത്തരവാദിത്തങ്ങളിൽ വെള്ളം ചേർത്തു. സാമ്പത്തിക സ്രോതസ്സിനെ നിയമസഭയുടെ നിയന്ത്രണത്തിന് അതീതമാക്കിയെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്ത് കടം കുമിഞ്ഞു കൂടുകയാണെന്ന് CAG റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു. റവന്യൂ വരുമാനം 19.49% കൂടി, പക്ഷേ റവന്യൂ ചെലവ് കൂടിയില്ല. റവന്യൂ വരുമാനത്തിന്റെ 19.98% പലിശ അടയ്ക്കാൻ വിനിയോഗിക്കുന്നുവെന്ന് റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ഗുണ്ടാ നേതാവിന്റെ വിവാഹം നടത്താൻ ലോക്കൽ സെക്രട്ടറിയുടെ പേരിൽ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ആൾമാറാട്ടം. വിചിത്ര പരാതിയിൽ തിരുവല്ല CPMൽ അന്വേഷണം തുടങ്ങി. ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബുവാണ് നെടുമ്പ്രം ലോക്കൽ സെക്രട്ടറിയായി ആൾമാറാട്ടം നടത്തിയതെന്ന് പരാതി ഉയർന്നത്. ഈ മാസം ആദ്യമാണ് അമ്പലപ്പുഴ സ്വദേശിയായ പെൺകുട്ടിയുടെ വീട്ടിൽ നെടുമ്പ്രം ലോക്കൽ സെക്രട്ടറി എന്ന വ്യാജേന ഏരിയ കമ്മിറ്റി അംഗമായ ബാബു എത്തിയത്. പൊടിയാടി സ്വദേശിയായ ഗുണ്ടാ നേതാവിന്റെ വിവാഹം നടത്താനായിരുന്നു ആൾമാറാട്ടം. പെൺകുട്ടിയുടെ വീട്ടുകാരോട് സംസാരിച്ച് ഗുണ്ടാ നേതാവിന് പ്രകാശ് ബാബു ക്ലീൻ ചീറ്റും നൽകി. എന്നാൽ സംശയം തോന്നിയ പെൺകുട്ടിയുടെ വീട്ടുകാർ CPM തിരുവല്ല ഏരിയ സെക്രട്ടറിയെ ബന്ധപ്പെട്ടു. തുടർന്ന് അമ്പലപ്പുഴയിലെ പെൺകുട്ടിയുടെ വീട്ടിൽ യഥാർത്ഥ ലോക്കൽ സെക്രട്ടറി കൂടിയായ ഏരിയ സെക്രട്ടറി എത്തി. ഏരിയ സെക്രട്ടറിയുടെ ഫോണിലെ ചിത്രങ്ങളിൽ നിന്ന് പ്രകാശ് ബാബുവാണ് വീട്ടിലെത്തിയതെന്ന് പെൺകുട്ടിയുടെ കുടുംബം തിരിച്ചറിഞ്ഞു. ഇതോടെയാണ് ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ആൾമാറാട്ടം പുറത്തായത്. ഗുണ്ടാ നേതാവിന്റെ പശ്ചാത്തലം ബോധ്യമായതോടെ ഫെബ്രുവരി 8 തീരുമാനിച്ച വിവാഹത്തിൽ നിന്ന് പെൺകുട്ടിയുടെ കുടുംബം പിന്മാറി. കൊട്ടിയൂരിൽ കടുവ കമ്പിവേലിയിൽ കുടുങ്ങിയ സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്തു. കമ്പിവേലിയിലല്ല, മറിച്ച് കേബിൾ കെണിയിലാണ് കടുവ കുടുങ്ങിയതെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ കൊട്ടിയൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അന്വേഷണം തുടങ്ങി. പന്നികളെ ലക്ഷ്യമിട്ട് ആരോ സ്ഥാപിച്ച കെണിയിൽ കടുവ വീണുവെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. സംഭവത്തിൽ ഉടമ സ്ഥലത്തില്ലാത്തതിനാൽ മൊഴിയെടുക്കുന്നതിന് നോട്ടീസ് നൽകുകയും ചെയ്തു. കെണിയിൽ കുടുങ്ങിയതോടെ കടുവ പിടഞ്ഞതിനാൽ പേശികൾക്ക് പരിക്കേറ്റുമെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. കടുവയെ മയക്കുവെടി വെച്ചതിന് ശേഷം മൃഗശാലയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ചത്തത്. ആന്തരികാവയവങ്ങളിലെ അണുബാധയാണ് മരണത്തിന് കാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതിനു പിന്നാലെയാണ് കടുവ കുടുങ്ങിയത് തോട്ടത്തിൽ സ്ഥാപിച്ച കെണിയിലല്ല എന്നും വനവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. തൃശൂരിലേക്ക് മാറ്റുന്നതിനിടെ വാഹനത്തിൽ വെച്ചാണ് കടുവ ചത്തത്. വാഹനം കോഴിക്കോട് എത്തിയപ്പോഴാണ് കടുവ ചത്തത് എന്ന് ഡോക്ടർമാർ മനസ്സിലാക്കിയത്. രാവിലെ 6 മണിയോടെ തൃശൂർ മൃഗശാലയിൽ കടുവയെ എത്തിക്കാമെന്നായിരുന്നു മൃഗശാല അധികൃതരെ അറിയിച്ചിരുന്നത്.